പ്രധാനമന്ത്രി അങ്ങനെ അല്പസമയത്തിനകം പാലക്കാടെത്തും. പാലക്കാട് പൊതുസമ്മേളനമൊക്കെ കഴിഞ്ഞ ശേഷം തൃശ്ശൂരിലേക്ക് എത്തും. നമ്മോടൊപ്പം നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം അണിനിരക്കുന്നു. ആദ്യം പാലക്കാട് ദീപക് ധർമ്മടം, ഗോകുൽ കെ വേണുഗോപാലും, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ഷഫീദ് റാവത്തും വിപിൻ സി വിജയനും ചെയ്യുന്നു. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൗതുകത്തോടെ വീക്ഷിക്കുന്നു. ഏതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും, ഏതൊക്കെ വാഗ്ദാനങ്ങൾ നൽകും, എന്തായിരിക്കും BJP മാനിഫെസ്റ്റോ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് BJP അമിത പ്രതീക്ഷ സാധ്യത പുലർത്തുന്ന പാലക്കാട് എത്തുമ്പോൾ? വിവരങ്ങൾ. സുഹൈൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ മോഡിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനകൾ തന്നെയായിരിക്കും, ശബ്ദങ്ങളായിരിക്കും മോഡിയുടെ പ്രസംഗത്തിലെന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊന്ന്, ഓശാന പെരുന്നാളാണ്. സ്വാഭാവികമായും ക്രൈസ്തവ വോട്ട് ബാങ്ക് വലിയ തോതിൽ BJP ലക്ഷ്യമിടുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ രാജേഷ് വെള്ളരി കൊണ്ട് ബാൻ ചെയ്യുമ്പോൾ കാണുന്നത് ഈ വേദിയാണ്. വേദിയിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തും. അദ്ദേഹത്തിന്റെ MI-17 ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ മേഴ്സി കോളേജിന്റെ ഹെലിപ്പാഡിൽ ലോഞ്ച് അവിടെ എത്തും. അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്താൽ ഉടനെ തന്നെ അദ്ദേഹം റോഡിൽ നിൽക്കുന്ന സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നേരെ ഈ വേദിയിലേക്ക് എത്തും. വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്പസമയത്തിനകം തന്നെ മോഡിയുടെ പ്രസംഗത്തിലേക്ക് കടക്കുകയും ചെയ്യും. പ്രസംഗത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് രാഷ്ട്രീയം പറയും. സ്വാഭാവികമായും ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായ കടന്നാക്രമണം ഉണ്ടാകും. മറ്റൊന്ന്, കേരളത്തിലെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന KC വേണുഗോപാൽ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെതിരായ കടന്നാക്രമണവും ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റെന്തു പറയാനുണ്ട്? പ്രത്യേകിച്ചും പാലക്കാടാകുമ്പോൾ അതൊരു കാർഷിക ഭൂമിയാണ്. ഇതാ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞു മേഴ്സി കോളേജിൽ. ഇതാ അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ നിന്നും അദ്ദേഹം കാറിലേക്ക് കയറി അല്പസമയത്തിനകം തന്നെ ഈ പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.